174ഓളം രക്തസാക്ഷികളെയാണ് 2025 ഡിസംബർ 13 വത്തിക്കാൻ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസി തടങ്കൽ പാളയങ്ങളിൽ മരിച്ച 50 ഫ്രഞ്ച് കത്തോലിക്കരും സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 109 സ്പാനിഷ് പുരോഹിതന്മാരും 19 ആത്മായരും സാധു ക്ലാര സഭാംഗമായ ഒരു സിസ്റ്ററും ഉൾപ്പെടെ 174 രക്തസാക്ഷികളെയാണ് തിരുസഭ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത്. 1944 1945 ഇടയിൽ കൊല്ലപ്പെട്ട ഫ്രഞ്ച് രക്തസാക്ഷികൾ 1944 ഒക്ടോബറിൽ ബുച്ചൻവാൾഡിൽ ടൈഫോയിഡ് ബാധിച്ച് മരിച്ച 28 വയസ്സുള്ള രൂപത വൈദികനായ ഫാദർ റൈമണ്ട് കെയറെ, 1945 ജനുവരിയിൽ അതേ ക്യാമ്പിൽ മരിച്ച 24 വയസ്സുള്ള ഫ്രാൻസിസ്കൻ സന്യാസിയായ ഫാദർ ജെറാർഡ് മാർട്ടിൻ സെൻട്രിയാൻ, 1944 ഒക്ടോബറിൽ മൗത്തസാനിൽ മരിച്ച 23 വയസ്സുള്ള സെമിനാരിയൻ റോജർ വല്ലി എന്നിവരും 1944 മെയ് മാസത്തിൽ ഗസ്റ്റപ്പോ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട യങ് ക്രിസ്ത്യൻ വർക്കേഴ്സിലെ 19 വയസ്സുള്ള ആത്മായൻ ജീൻ മെസ്ട്രയും ഇതിൽ ഉൾപ്പെടുന്നു. 1943 വിച്ചി ഭരണകൂടത്തിന്റെ സർവീസ് ടു ട്രാവയിൽ ഒബ്ലിഗറ്റോയർ നടപ്പിലാക്കിയതിനു ശേഷം ജർമ്മനിയിലേക്ക് ഫ്രഞ്ച് നിർബന്ധിത തൊഴിലാളികളെ രഹസ്യമായി അനുഗമിച്ച പുരോഹിതന്മാരുടെയും സമർപ്പിതരുടെയും കത്തോലിക്ക വിശ്വാസികളുടെയും കത്തോലിക്ക ആക്ഷൻ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സാധാരണക്കാരുടെയും വിശാലമായൊരു ശൃംഖലയുടെ ഭാഗമായിരുന്നു അവർ. ജർമ്മനിയിലെ അപ്പസ്തോലേറ്റ് കാരണം ചിലരെ നാസികൾ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. മറ്റുള്ളവർ ജയിലിൽ കഷ്ടപ്പാടുകൾ കാരണം മരണം വരിച്ചു. 50 രക്തസാക്ഷികളിൽ ഭൂരിഭാഗവും ബുച്ചൻവാൾഡ്, മൗത്തസൻ, ഡച്ചൌ, സേഷൻ തുടങ്ങിയ ക്യാമ്പുകളിൽ വെച്ച് മരണപ്പെട്ടു. പലപ്പോഴും ടൈഫോയിഡ്, ക്ഷയം അല്ലെങ്കിൽ ക്രൂരമായ വധശിക്ഷ എന്നിവയ്ക്ക് അവർ വിധേയരായി. അവരിൽ 4 ഫ്രാൻസിസ്കന്മാർ, 9 രൂപത വൈദികർ, 3 സെമിനാരിക്കാർ, 14 കത്തോലിക്ക സ്കൗട്ടുകൾ, യങ് ക്രിസ്ത്യൻ വർക്കേഴ്സിലെ 19 അംഗങ്ങൾ, ഒരു ജെസ്യൂട്ട് എന്നിവരും ഉൾപ്പെടുന്നു. ഈ ഫ്രഞ്ച് രക്തസാക്ഷികളിൽ ഭൂരിഭാഗവും മരിക്കുമ്പോൾ 30 വയസ്സിന് താഴെയായിരുന്നു. അതേസമയം 1936 38 ഇടയിൽ കൊല്ലപ്പെട്ട ജാൻ രൂപതയിൽ നിന്നുള്ള സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിലെ 124 രക്തസാക്ഷികളെ പാപ്പ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചിരുന്നു. അവരിൽ 109 രൂപത വൈദികരും ഒരു സന്യാസിനിയും 14 കത്തോലിക്കരും ഉൾപ്പെടുന്നുണ്ട്. വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി അവരെ അവരുടെ രേഖകൾക്കായി 2 രക്തസാക്ഷി ഗ്രൂപ്പുകളായി വിഭജിച്ചിരുന്നു. ഫാദർ മാനുവൽ ഇസ്ക്യാർഡിയോയും 58 കൂട്ടാളികളും ഫാദർ അന്റോണിയോ മൊണ്ടാനസ് ചിഗ്രയും 64 കൂട്ടാളികളുമായിട്ടാണ് തരംതിരിച്ചിരുന്നത്. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് വ്യാപകമായ മതവിരുദ്ധ അക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ രക്തസാക്ഷിത്വം സംഭവിച്ചത്. നിരീശ്വരവാദ പ്രചരണത്താൽ പ്രകോപിതരായ നിരവധി വിപ്ലവകാരികൾ പള്ളികൾ അശുദ്ധമാക്കുകയും മതനേതാക്കളെ വധിക്കുകയും ചെയ്തു. സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് സഭ ഇതിനകം അംഗീകരിച്ചതും ജോൺ പോൾ രണ്ടാമൻ പാപ്പ, ബെനഡിക്ട് 16 പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവരുടെ കീഴിൽ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടതുമായ 2000-ലധികം രക്തസാക്ഷികളിൽ ഏറ്റവും പുതിയവരാണ് ജാൻ രൂപതയിലെ രക്തസാക്ഷികൾ.